ഹരിതകർമ്മ സേനയിലെ പ്രവർത്തകരുടെ ഈ നാട്ടുകാർക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റാണ്. ചിലർക്ക് കണി കാണാം, ചിലർക്ക് വന്ന് നോക്കിയിട്ട് പോകാം, ചില പട്ടികൾക്കൊക്കെ കടിച്ചു കയറാം. ഇത് നമ്മുടെ സർക്കാർ വക മാലിന്യ സംഭരണ കേന്ദ്രം. ഇതിപ്പോൾ കൂടിക്കൂടി വരിക. നേരത്തെയൊക്കെ കുറച്ച്, ഇപ്പോൾ ഇതിപ്പോൾ കൂടിക്കൂടി ഇതിലേക്കൂടെ നടക്കാൻ പോലും പറ്റാം. ഇത് എവിടെയാണെന്നറിയാമോ? പഞ്ചായത്ത്, ചാത്തന്നൂർ പഞ്ചായത്ത് 12ാം വാർഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഹരിതകർമ്മസേന ചേച്ചിമാരുടെ പണിയാണ്. കഴുകി വൃത്തിയാക്കി ഉണക്കി വച്ചിരിക്കുന്ന സാധനം ഹരിതകർമ്മസേന അംഗങ്ങൾ 50 രൂപ മേടിച്ചുകൊണ്ട് ഓരോ വീടാന്തരം കയറി ഏതാണ്ട് 5-6 മാസമായി കൊണ്ടിട്ടേക്കാണ്. നമസ്കാരം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് മാലിന്യം എടുക്കാൻ ഹരിതകർമ്മസേനയിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? അവർ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ നോക്കുന്നുണ്ടോ? ദേ നോക്ക്, ഇതുപോലെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് എവിടെയാണെന്നറിയാമോ? പഞ്ചായത്ത്, ചാത്തന്നൂർ പഞ്ചായത്ത് 12ാം വാർഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഹരിതകർമ്മസേന ചേച്ചിമാരുടെ പണിയാണ്. ഇത് ശരിക്കും വീടുകളിൽ നിന്ന് നല്ല കഴുകി വൃത്തിയാക്കിയ, യാതൊരു പൊടിയോ അഴുക്കോ ഒന്നും ഇല്ലാതെ വളരെ വൃത്തിയാക്കി 50 രൂപ മേടിച്ചുകൊണ്ട് ഇവർ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ഈ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഏകദേശം 1.5 മാസത്തോളമായി. ഇതേ നോക്ക്, കോവയ്ക്കാണെന്ന് തോന്നുന്നു, എന്തോ പച്ചക്കറിയൊക്കെ കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നല്ല രീതിയിൽ ഇങ്ങനെ വളരെ വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട്. ഏതോ സ്വകാര്യ വസ്തുവിൻ്റെ ഒരു വഴിയാണ്. ആ വഴിയിലൂടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്. അപ്പോൾ നമ്മുടെ മെമ്പർ നമ്മുടെ കൂടെ ഉണ്ട്. ഇതെന്തുവാ ചേട്ടാ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്? ഇത് നമ്മുടെ സർക്കാർ വക മാലിന്യ സംഭരണ കേന്ദ്രം. അപ്പോൾ സർക്കാരിൻ്റെ സംരംഭമാണ്. അതായത് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് വീടാന്തരം ഹരിതകർമ്മസേന കയറി അവിടെ അമ്മമാരും സഹോദരിമാരും എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കണം. അല്ലാത്ത സാധനം എടുക്കത്തില്ല. കഴുകി വൃത്തിയാക്കി ഉണക്കി വച്ചിരിക്കുന്ന സാധനം ഹരിതകർമ്മസേന അംഗങ്ങൾ 50 രൂപ മേടിച്ചുകൊണ്ട് ഓരോ വീടാന്തരം കയറി ഏതാണ്ട് 5-6 മാസമായി കൊണ്ടിട്ടേക്കാണ്. ഇതെല്ലാം പട്ടി കടിച്ച് കീറി ഇവിടെ എല്ലാം ഇപ്പം പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞടക്കുകയത്. ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ നാട്ടുകാർ ഒരു ദിവസം ഈ സാധനങ്ങൾ വൃത്തിയാക്കാൻ നിന്നു. സൈഡിലോട്ട് കിടക്കുന്നതാണ്. ഇത് കനാൽ വഴിയാണ്. ഇത് നിലവിൽ ചാത്തന്നൂർ പഞ്ചായത്തിൻ്റെ 13ാം വാർഡിൽ 12ാം വാർഡോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ഉള്ള ഇതാണ്. ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് 15,000 രൂപയോളം വാടക കൊടുത്ത് മാലിന്യങ്ങൾ വേസ്റ്റ് ചെയ്യാനും സോർട്ട് ചെയ്യാനും തരംതിരിക്കാനുമുള്ള സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അവിടെ കൊണ്ടുവയ്ക്കാനുള്ള സെറ്റപ്പ്, അതിനുള്ള സാഹചര്യം പഞ്ചായത്ത് ഒരുക്കുന്നില്ല. എന്താണ് ഞാൻ 1 മാസത്തിന് മുമ്പ് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉത്സവമായ ശ്രീമോഹ ക്ഷേത്രത്തിൽ ഉത്സവത്തോട് അനുബന്ധിച്ച് ഈ നാട്ടിലുള്ള ജനങ്ങൾ എന്നെ വിളിക്കുകയും ഞാൻ അതേ സമയം പഞ്ചായത്ത് സെക്രട്ടറിയെയും പഞ്ചായത്തിലെ HIയെയും ഹെൽത്ത് ഇൻസ്പെക്ടറെയും വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ട് വീണ്ടും കൊണ്ടുവന്ന് ഇപ്പം അങ്ങോട്ട് മാറി വീണ്ടും കൊണ്ടുവന്ന് അവിടെ കൂട്ടുകയാണ്, അടുത്ത സ്ഥലത്തേക്ക് വയ്ക്കുകയാണ്. ഈ ദയനീയമായ സ്ഥിതിയാണ്. മാലിന്യമുക്ത പഞ്ചായത്താണിത്. മാലിന്യമുക്ത പഞ്ചായത്ത്, വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ദോഷമുണ്ട്. ഈ സാധനം ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വിചാരിക്കും ഇവിടെയാണ് മാലിന്യം തള്ളേണ്ടതെന്ന്. അവരെന്ത് ചെയ്യും? അവരുടെ വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇവിടെ തള്ളിയിട്ട് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം ഇതുവഴി രാത്രി പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 1-2 പ്രാവശ്യം ചാത്തന്നൂർ പഞ്ചായത്തിൽ ഞാൻ മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലും ഇതിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയുമില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ കഴിഞ്ഞ 1.5 മാസമായി ഡംപ് ചെയ്തിരിക്കുന്ന മാലിന്യമാണ്. നമ്മളാണെങ്കിൽ ശരി, കുറേ മാലിന്യം ഇങ്ങനെ കൊണ്ടിട്ടിരുന്ന ചിലപ്പം അറിയാതെ നമ്മുടെ വീട്ടിലെ മാലിന്യം കൊണ്ടുപോകും, ചിലപ്പോൾ അറിയാതെ ഇട്ടുപോകും. കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു ചണ്ടി ഡിപ്പോയാണെന്ന് തോന്നും. ആ രീതിയിലാണ് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ കഷ്ടമാണ്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ ശരിക്കും പറഞ്ഞാൽ രാത്രി പുറത്തോട്ടിറങ്ങാൻ പറ്റുന്നില്ല. ഈ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ഇത് കുറേ നാളായോ ഇങ്ങനെ? 2 മാസത്തിൽ കൂടുതലായി ഇവിടുന്ന് സാധനങ്ങൾ. 2 മാസം? 2 മാസത്തോളം ആവുന്നു. അവർ കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് സാധനം ഇവിടെ ഇട്ടിട്ടങ്ങ് പോകും. പിന്നെ വേറെ ഇത് കൂടാതെ തന്നെ ഇതൊന്നും അവർ പറയണത് ഇതൊക്കെ വേറെ ആരോ കൊണ്ടുവന്ന് ഇട്ടേക്കാണെന്ന് വെച്ചാൽ ആൾക്കാർ വേറെ വേസ്റ്റും ഇത് ഇങ്ങനെ കൂടി കിടക്കുന്നതുകൊണ്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. പട്ടികൾ വന്ന് കടിച്ച് വലിച്ച് ഇവിടെ എല്ലാം ആക്കി. ചിലപ്പോൾ നടക്കാൻ പോലും വയ്യ. രാത്രിയെ പട്ടി ശല്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രദേശത്ത് അടുത്ത് തന്നെ താമസിക്കുന്നവരാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അതെ, രാവിലെ എഴുന്നേറ്റ് കുറേ വേസ്റ്റ് കണി കാണുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഒരു കഥ പറഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് കണി കാണാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ നല്ല പ്ലാസ്റ്റിക് ചാക്കുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് നമ്മുടെ വേസ്റ്റൊക്കെ? ഇത് കൊണ്ടുപോകാൻ നടപടി ഇല്ലേ? ഇതിപ്പോൾ കൂടിക്കൂടി വരിക. നേരത്തെയൊക്കെ കുറച്ച്, ഇപ്പോൾ ഇതിപ്പോൾ കൂടിക്കൂടി ഇതിലേക്കൂടെ നടക്കാൻ പോലും പറ്റാം. മഴ സമയത്ത് പട്ടികളെല്ലാം ഇത് കടിച്ച് വലിച്ച് വഴിയിലിടും. അങ്ങോട്ടുള്ളവർക്ക് എടുക്കുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടാവും അല്ലേ?
ഇല്ല അതൊന്നും അല്ല എല്ലാ പ്ലാസ്റ്റിക്കും നല്ല കഴുകി ഇത് അപ്പുറത്തെ വാടിയിൽ നിന്നും കൂടെ എനിക്ക് തോന്നുന്നു ഇവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. അതാണ് ഇത്രയും എല്ലാം കൂടെ ഇവിടെ കൊണ്ട്. ഇവിടെയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ സർക്കാർ വകയുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏകദേശം ഇവിടെ തന്നെ തയ്യാറായി വരുന്നുണ്ടെന്നായിരുന്നു ഇവരുടെ ഒരു വിചാരം. പക്ഷെ ശരിക്കും പറഞ്ഞ സംഭവം അതല്ല. ഇവിടെ കൊണ്ടുവന്ന് ഹരിതകർമ്മ സേനയിലെ പ്രവർത്തകരുടെ ഈ നാട്ടുകാർക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റാണ്. ചിലർക്ക് കണി കാണാം, ചിലർക്ക് വന്ന് നോക്കിയിട്ട് പോകാം, ചില പട്ടികൾക്കൊക്കെ കടിച്ചു കയറാം. അങ്ങനെ നിരവധി ശരിക്കും പറഞ്ഞാൽ ഇവിടെ കനാൽ റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് രാത്രി ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകുന്നവർക്കൊക്കെ തന്നെ നല്ല കടിയും കിട്ടുന്നുണ്ട് പട്ടിയുടെ. അപ്പോൾ ഏതായാലും കാട് മൂടിയ ഈ ഭാഗത്തൊക്കെ ഇതിനിടയിലൂടെ ചെടികളൊക്കെ വളർന്നു കയറി വരുന്നുണ്ട്. കാടാവും. വരുന്നത് മഴക്കാലമാണ് വരാനിരിക്കുന്നത്. ഈ സമയത്ത് പോലും ഇതൊന്നും മാറ്റാൻ യാതൊരു നടപടിയുമില്ല. ഇവിടുത്തെ മെമ്പർ അടക്കം ശരിക്കും പഞ്ചായത്തിൽ പരാതി പറഞ്ഞിട്ട് പോലും യാതൊരു നടപടിയുമില്ല. ഇവിടെ മാലിന്യമുക്ത നഗരമെന്നും അതോടൊപ്പം തന്നെ വലിച്ചെറിയൽ മുക്ത നഗരമെന്നും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്. എന്നിട്ടുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നടപടി ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അധികാരികളുടെ ശ്രദ്ധയിലേക്കാണ് ഞങ്ങൾ ഈ വാർത്ത എത്തിക്കുന്നത്. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.